റിയ, ഇന്നാ പാൽ കുടിക്കാണ്ട് ഇവിടെ വന്ന് കളിക്കാണോ? പാല് കുടിക്ക്. എന്താണ് അപ്പൂസേ, പാല് വേണോ? ഇപ്പോഴല്ലേ നീ പാല് കുടിച്ചത്. ഇത് നിനക്കല്ല, ചേച്ചിക്കാ. എടാ അമ്മോ, ഇതാ പാല് കുടിക്ക്, എന്നിട്ട് രണ്ടുപേരും കൂടെ കളിക്കാം. എന്താ അമ്മോ, എന്താ അപ്പൂസിന്റെ കൂടെ കളിക്കാത്തത്? അവൻ നിന്നെ എന്തെങ്കിലും കേട് കാണിച്ചോ? എടാ അപ്പൂസേ, ചേച്ചിനെ കേട് കാണിക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ. ചേച്ചി ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ ചേച്ചിയല്ലേ. എന്താണ് ചെയ്തത്? ഒന്നും ചെയ്യാതെ പിന്നെ എന്തിനാ നീ അവന്റെ കൂടെ കളിക്കില്ല എന്നും പറയണേ? നിനക്ക് ഈ വീട്ടിൽ കളിക്കാനുള്ളത് അപ്പൂസ് മാത്രമല്ലേ? ഇനിയിപ്പോ അപ്പൂസിന്റെ കൂടെയല്ലേ നീ കളിക്കേണ്ടത്. അപ്പൂസിന്റെ കൂടെ കളിക്കാണ്ട് പിന്നെ വേറെ നീ ആരുടെ കൂടെ കളിക്കും? ശരി, എന്തിനാ ഇപ്പൊ അപ്പൂസിന്റെ കൂടെ കളിക്കില്ല എന്നും പറയണേ? അവൻ എന്താ ചെയ്തത്? അയ്യോ, ഇത്രയേ ഉള്ളൂ. എടാ അമ്മൂസേ, അത് അപ്പൂസ് ചെക്കൻകുട്ടിയല്ലേ. ചെക്കൻകുട്ടികൾക്കൊക്കെ ഇതുപോലെ ബോള് വെച്ച് കളിക്കണത്, കാറ് വെച്ച് കളിക്കണതൊക്കെയാണ് ഇഷ്ടം. പെണ്ണുകുട്ടികൾക്കൊക്കെ തന്നെ ഈ ബൊമ്മ വെച്ച് കളിക്കണത്, മമ്മുണ്ടാക്കി കളിക്കണത്, ടീച്ചർ കളിയൊക്കെ ഇഷ്ടം. ആ ചെക്കൻകുട്ടി ആയതുകൊണ്ടേ നിന്നെ പോലെ ഈ പാവക്കുട്ടി വെച്ചിട്ടും മമ്മുണ്ടാക്കി കളിക്കണതൊന്നും അവന് ഇഷ്ടപ്പെടില്ലല്ലോ. അത് ശരിയാണ് അമ്മൂസേ, നിനക്ക് അതൊക്കെ തന്നെ ഇഷ്ടമായിരിക്കും. പക്ഷെ അപ്പൂസിന് അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അതിന് എന്ത് ചെയ്യാനാ അമ്മൂസേ? അവനതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ ആ കളിക്കൊന്നും വരാത്തത്. നിനക്കിനി ടീച്ചർ കളിയോ മമ്മുണ്ടാക്കിയൊക്കെ കളിക്കുകയാണെങ്കിൽ ഇനി പിങ്കുവിന്റെ കൂടെയോ അല്ലെങ്കിൽ പാറക്കുട്ടിന്റെ കൂടെയോ ഒക്കെ തന്നെ കളിക്കണം. അതിനിപ്പോ അവര് ആരും ഇവിടെ ഇല്ലല്ലോടാ. എല്ലാരും വെക്കേഷൻ ലീവില് പോയിരിക്കുകയല്ലേ. അവര് തിരിച്ചു വരുന്നവരെ നീ അപ്പൂസിന്റെ കൂടെ തന്നെ കളിക്കണം. ശരി പോട്ടടാ അമ്മൂസേ, അതിന് എന്ത് ചെയ്യാനാ? നീ ഒരു കുറച്ചു നേരം അവന്റെ കൂടെ ഈ ബോളൊക്കെ വെച്ച് കളിക്ക്. പിന്നെ നിനക്ക് മമ്മുണ്ടാക്കി കളിക്കുകയാണെങ്കിൽ പാവക്കുട്ടിയൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം. അതിന് പിങ്കുവരി ഇവിടെ ഇല്ലല്ലോടാ, അവര് വെക്കേഷൻ പോയിരിക്കല്ലേ. അമ്മോ, അതിനവൻ അതൊന്നും കളിക്കാൻ ഇഷ്ടപ്പെടില്ലടാ. അവൻ ചെക്കൻ കുട്ടിയല്ലേ. അപ്പോ മിന്നുന്റെ കുഞ്ഞുവാവ ചിന്നു മാത്രം മിന്നുന്റെ കൂടെ മമ്മിണ്ടാക്കി കളിക്കുന്നു. അപ്പൊ എന്റെ ഉണ്ണി അപ്പൂച്ച എന്താ എന്റെ കൂടെ കളിക്കാൻ വരാത്തത്? എടാ, അത് മിന്നുന് ചിന്നു അനിയത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പെണ്ണുകുട്ടികൾക്കൊക്കെയാണ് ഇതുപോലെ കളിക്കാൻ ഇഷ്ടം. പക്ഷെ നിന്റെ ഉണ്ണി ചെക്കൻ കുട്ടിയല്ലേ, അതുകൊണ്ട് അവൻ നിന്റെ കൂടെ ഇതൊന്നും കളിക്കാൻ വരാത്തത്. എന്ത്, കുഞ്ഞുവാവ മതിയോ? അതിനിപ്പോ കുഞ്ഞുവാവ വേണം പറഞ്ഞ എന്ത് ചെയ്യാനാ? നിനക്കുള്ളത് ഉണ്ണിക്കുട്ടനല്ലേ. ഇപ്പൊ കുഞ്ഞുവാവ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ നിന്റെ ഉണ്ണിക്കുട്ടന്റെ കൂടെ തന്നെ കളിക്കണം. ശരി ശരി, ഇപ്പൊ എന്താ നിനക്ക് അപ്പൂസ് നിന്റെ കൂടെ കളിക്കാൻ വരുന്നില്ല? കളിക്കാൻ ആരും ഇല്ലാതെ ബോറടിക്കണു, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് അച്ഛൻ ഇന്ന് നമ്മളെ ഒരു സ്ഥലം വരെ കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ടുള്ളതാ. അത് അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിക്കാ. നിനക്ക് അവിടെ കളിക്കാനൊക്കെ ആളുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ വരുമ്പോഴേക്കും നമ്മ വേഗം റെഡിയാവണം, എന്നതിനാ അച്ഛൻ നമ്മളെ കൊണ്ടുപോകുള്ളൂ. ഇന്നാ നീ വേഗം ഈ പാല് കുടിക്ക്. അമ്മ റെഡിയായിട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും റെഡിയാക്കാം. ശരിയടാ അമ്മോ, അപ്പൂസിനെ നോക്കിക്കോ. അമ്മ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം.
എടാ അപ്പുച്ചേ, അച്ഛൻ നമ്മളെ ബായ് കൊണ്ടുപോകാൻ പോകാന്ന്. അവിടെ നമുക്ക് കളിക്കാനൊക്കെ ആളുണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ജോളിയായിട്ട് കളിക്കാം. ബായ്. അതേ അപ്പുച്ചേ, നമുക്ക് വണ്ടിയില് ബൂ ബൂ ബായ് പോകാൻ പോകാന്ന്. ഡ്യൂ ഡ്യൂ ബായ്. അതെ, നമ്മള് ഡ്യൂ ഡ്യൂ വണ്ടിയില് ബായ് പോവല്ലോ. ഡ്യൂ ഡ്യൂ ഡ്യൂ. ഹാ, അച്ഛൻ വാങ്ങിത്തന്ന പുതിയ കാറ് സൂപ്പർ ആയിട്ടുണ്ട്. ഡ്യൂ ഡ്യൂ ഡ്യൂ. അദീര, നീ ഇവിടെ തന്നെ ഇരിക്കുവാണോ? അതെ അമ്മ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അമ്മയല്ലേ പറഞ്ഞത് ഇപ്പൊ പുറത്ത് നല്ല വെയിലാ, പുറത്തു പോയി കളിക്കാൻ പറ്റില്ല, ഈവനിങ് തന്നെ പുറത്തു പോയി കളിക്കണമെന്ന്. അതാ ഞാൻ റൂമിൽ തന്നെ കാറ് വെച്ച് കളിക്കുവാ. ആ ശരി ധീര, പുറത്ത് നല്ല വെയിലാ, ഇപ്പൊ പുറത്തൊന്നും പോണ്ട, റൂമിൽ തന്നെ കളിച്ചാ മതി. പക്ഷേ നിന്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവിടെ അച്ഛനമ്മന്റെ റൂമിൽ വെക്ക് ധീര. എന്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ അച്ഛനമ്മന്റെ റൂമിൽ വെക്കണം. അത് നിന്റെ അച്ഛന്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അവര് വന്ന അവർക്ക് കൊടുക്കാൻ നമ്മുടെ വീട്ടില് വേറെ റൂമില്ലല്ലോ, ഈ ഒരു ബെഡ്റൂം അല്ലേ ഉള്ളത്. അവരിവിടെ ഇരിക്കുന്നവരെ ഇവിടെ നിന്റെ ബെഡ്റൂമിൽ തന്നെ ഇരിക്കും. അതുവരെ നീ അവിടെ അച്ഛനമ്മന്റെ കൂടെ വന്ന് ഇരിക്കി. ഈ റൂമിലുള്ള നിന്റെ കളിപ്പാട്ടവും നിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അച്ഛനമ്മന്റെ റൂമിൽ വെക്കിതീരാ. അവരെന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? ധീര, അതൊന്നും എനിക്ക് അറിയില്ല, അച്ഛനാ പറഞ്ഞത്. അവര് നമ്മുടെ വീട്ടിലേക്ക് വരുവാണ്, 1-2 ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന്. ഒരു 2 ദിവസം തന്നെയല്ലേ, അവരിവിടെ ഇരിക്കുന്നവരെ ഈ ബെഡ്റൂമിൽ ഇരുന്നോട്ടെ. പിന്നെ അവര് പോയ ശേഷം നിന്റെ സാധനങ്ങളൊക്കെ നീ വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ റൂമിൽ വെച്ചോ. അവര് വരുന്നത് കൊണ്ട് എനിക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം ധീര. നീ എനിക്ക് ഈ റൂമിലുള്ള സാധനങ്ങൾ മാത്രം അവിടെ അച്ഛനമ്മന്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കാൻ ഹെൽപ്പ് ചെയ്. അമ്മ, ഞാൻ എന്തിനാ എന്റെ റൂം അവർക്ക് കൊടുക്കണം? ധീര, അതെല്ലാം ഞാൻ പറഞ്ഞത്. അവര് ഫാമിലി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അവരെ നമ്മൾ എവിടെ ഇരുത്തും? അവർക്ക് കൊടുക്കാൻ ബെഡ്റൂം വേണ്ടേ? അതുകൊണ്ട് അവര് പോണ വരെ നീയും അച്ഛനും ഞാനും 3 പേരും കൂടെ അച്ഛനമ്മന്റെ റൂമിൽ ഇരിക്കാം. ഈ റൂം അവർക്ക് കൊടുക്കാം. ഒരു 2 ദിവസമല്ലേ, അവര് പോണ വരെ തന്നെ ധീര. നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അവിടെ അമ്മന്റെ റൂമിൽ വെക്കി. ഞാൻ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ആരാ അച്ഛന്റെ ഫ്രണ്ട്സ്? അവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്?